അമ്മത്താരാട്ടിന്റെ ഈണമൊഴിയാത്ത ഇടവഴികളിൽ എന്നോ അടർത്തി മുറിച്ചിട്ട ആത്മബന്ധങ്ങളുടെ തിരിശേഷിപ്പായി ഈ കുഞ്ഞുങ്ങൾ. ഇടറിമുറിഞ്ഞു പോകുന്ന കരച്ചിലിന്റെ ചീളുകളാൽ നൊമ്പരസാഗരമാകുന്നു ഇവിടം. നിരാലംബരായ മാതൃത്വത്തിനും പിറക്കാതെ പോകുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടി സംരക്ഷണ കാവലാളായി ഒരാൾ. അനി ജോർജ്. കാലത്തിന്റെ ജഡിതകൾക്ക് മേൽ ഊറ്റം കൊള്ളുന്ന യുവജനങ്ങൾ, ചതിക്കുഴികളിൽ വീണുപോയ പെണ്ണുടലുകൾ, ഇവരെ ലോകം കുറ്റപ്പെടുത്തി അകറ്റി നിർത്തുമ്പോൾ ഒന്നുമറിയാത്ത രക്തക്കുഞ്ഞായ ഇവൻ, ഇവൾ കൊല്ലപ്പെടാതിരിക്കാൻ സംരക്ഷണ കരങ്ങളുമായി ഇവർ ഈ കുഞ്ഞുങ്ങളെ കോരിയെടുക്കുന്നു. അമ്മിഞ്ഞപ്പാലിൻ മാധുര്യം എന്നാവിൽ കിനിയുന്നതിന്നു ഞാനറിയുന്നു. തൊട്ടിലാട്ടിപ്പാടുന്ന പാട്ടിൻ്റെ ഈണം മാതൃത്വമൂറുന്ന നോവായി കിനിയുന്നു. അമ്മേ നിൻ അമ്മിഞ്ഞപ്പാലിൻ മാധുര്യം
നെഞ്ചു പൊടിഞ്ഞിറങ്ങിപ്പോകുന്ന അമ്മ. നിറയുന്നു മോഹം. അമ്മേ വയ്യ ഓർമ്മത്തുരുത്തിനെ ആ വാത്സല്യ ചുംബനമോർക്കാൻ തൻ്റെ ജീവന്റെ പാതി ഇവരെ ഏൽപ്പിച്ച് എനിക്കിന്നു വയ്യ അമ്മേ. എന്നേക്കുമായി അകന്നു പോകുമ്പോൾ നിൻ താരാട്ടിനീണം കേട്ടുറങ്ങാൻ ഇനിയാവില്ലമ്മേ അമ്മേ. ആ കരൾ മാന്തി കീറുന്ന പെറ്റമ്മയുടെ നോവ് മനസ്സിലേക്ക് ഏറ്റുവാങ്ങി. ഈ കുഞ്ഞുങ്ങളുടെ പെറ്റമ്മയും പോറ്റമ്മയും അപ്പനുമായി ഇവർ മാറുന്നു. എല്ലാ വേദനകളും കൈപ്പാർന്ന ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള രുചിഭേദങ്ങളും ഇവർ സർവശക്തനായ കർത്താവിൽ അർപ്പിക്കുന്നു. മക്കളായി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ തിരക്കുകളുടെ എല്ലാം ഇടയിൽ ഭർത്താവ് അടുത്തില്ലാതിരിക്കുന്ന ഒരവസ്ഥയും ഒരു ഭാര്യ എന്ന നിലയിൽ അത് എത്രമാത്രം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ചേട്ടൻ അടുത്തില്ലാതിരുന്ന സമയങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ കുട്ടികളെ നോക്കലും പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഗർഭിണികളായ ഗർഭിണികളുണ്ടായിരുന്നല്ലോ, അവരുടെ ശുശ്രൂഷ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗർഭിണികളുണ്ടായിരുന്നു, പിന്നെ കൊന്ത കെട്ടുന്നവരുണ്ടായിരുന്നു, ആ ശുശ്രൂഷയുണ്ടായിരുന്നു. അവരെല്ലാവരും ഇതിൽ പങ്കാളികളായിരുന്നു ശുശ്രൂഷയിൽ. അപ്പോൾ ചേട്ടനില്ലാത്ത ദുഃഖം ഈ ശുശ്രൂഷ വഴി ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവിൻ്റെ ഒരു സംരക്ഷണവും സഹായവും വളരെയധികം പ്രചോദനമായിട്ടുണ്ട്. അത് ചേട്ടൻ്റെ ഇല്ലാതിരുന്ന അവസ്ഥകളിൽ എനിക്ക് വളരെ പ്രചോദനമായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പനും അമ്മയും ഒക്കെ ഈ മുഴുവൻ സമയ ശുശ്രൂഷകളിലായിരിക്കുമ്പോൾ മക്കളൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ? അതെ, മക്കൾ സാറ്റിസ്ഫൈഡാണ്. അവരും ശുശ്രൂഷയിൽ പങ്കാളികളാണ്. അവർ വീട്ടുമ്പോഴൊക്കെ അവരേക്ക് ഉന്മയിൽ വരെയും ശുശ്രൂഷയിൽ പങ്കാളികളാവുകയും ചെയ്യാറുണ്ട്. പിറക്കാതെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പിറക്കാൻ ഒരാശാകേന്ദ്രമായ ക്യൂൻ മേരിയെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിത പങ്കാളിയോട് ചോദിച്ചറിഞ്ഞ് കാണുമെന്ന് വിശ്വസിക്കുന്നു. ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സാറിനോട് കുറച്ച് കാര്യങ്ങളും കൂടി. തീർച്ചയായും. ഒരു പുതിയ തലമുറയുടെ തുടക്കം എന്ന് പറയുന്നത് ടീനേജിലൂടെയാണല്ലോ. ഈ ഒരു ടീനേജേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് എത്രയും അടുത്തിടപഴകുന്ന ബ്രദറിന് നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണല്ലോ യൗവനം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടീനേജ് പ്രഗ്നൻസിയിൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന പീഡകൾ വളരെ വലുതാണ്. അതൊരു പരിധിവരെ അവരുടെ ജീവിതകാലം മുഴുവനും അവരെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ പലപ്പോഴും ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്, ഒരുപാട് പെൺകുട്ടികൾ പല പല കാരണങ്ങളാൽ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിലാണ് ഈ ഒരു പ്രഗ്നൻസി ക്രൈസിസിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനൊരു ഉത്തരമെന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ടീനേജ് ടൈമിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് ജീവിക്കുവാണെങ്കിൽ ഈ ഒരു അപകടത്തിൽ വീണു പോകാതെ നോക്കുക എന്നുള്ള ഒരു വലിയ ഒരു ഉത്തരവാദിത്വ ബോധം ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കണ്ടുമുട്ടിയ 210ഓളം
കല്യാണത്തിന് മുൻപ് ഗർഭിണികളായ പെൺകുട്ടികളുടെ ജീവിതവും അത് തന്നെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഓരോ കുട്ടിയുടെയും ജീവിതവും, ഒരു കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ഒരിക്കലും ആ കുഞ്ഞിനെ ഈ അമ്മയ്ക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതകാലം മുഴുവനിലും അത് ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ടീനേജിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ഒന്നിനും സന്തോഷമില്ലെന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും നിൻ്റെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് യൗവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്ത് സൃഷ്ടാവിൻ്റെ വഴിയിലൂടെ നീ നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള പ്രതിസന്ധികളിൽ, ക്രൈസിസിൽ വീണു പോകാതെ അവർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അനുഭവങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ആ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അമ്മയുടെ ചൂട് പറ്റി ആ ലാളനയേറ്റ് കഴിയേണ്ടിയിരുന്ന ഈ ഒരു ഇളം പ്രായത്തിൽ തന്നെ വലിച്ചെറിയേണ്ടി വരുന്ന ആ ഒരു പെറ്റമ്മയുടെ എല്ലാ സാന്ത്വനവും നൽകാൻ ക്യൂൻ മേരി തയ്യാറാവുന്നു. ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത നോവ് തോന്നുന്നു ബ്രദർ. പെറ്റമ്മയ്ക്കില്ലാത്ത സ്നേഹം എന്തിനാ ബ്രദർ ഏറ്റെടുത്തത്? എൻ്റെ ജീവിതത്തിൽ 1981 മുതൽ 87 വരെയുള്ള കാലഘട്ടം ഈജിപ്തിലായിരുന്നു. അവിടെ ഒരു ആഫ്രിക്കൻ മിഷണറിയുമായിട്ട് ചേർന്ന് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രവർത്തനത്തിൽ 6-7 വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം ദൈവവചന ശുശ്രൂഷ മേഖലയിലേക്ക് മുഴുവൻ സമയവും ഇറങ്ങുന്നത് 1990-ലാണ്. അതിനുശേഷം 94 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ ജീവിതത്തിൽ ധ്യാന അവസരങ്ങളിൽ കണ്ടുമുട്ടിയ കല്യാണത്തിന് മുൻപ് ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികളുടെ ജീവിതവും നൊമ്പരവും വേദനയുമാണ് നാളുകളായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ഒരു സ്വപ്നവും ചിന്തയും ഒക്കെ ഉണ്ടായത്. പിന്നെ നമുക്കറിയാം യേശു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് ഏശയ്യായിലൂടെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. ഒരു ടീനേജ് പ്രഗ്നൻസിയിൽ ഇത് മൂന്നും കാണാൻ സാധിച്ചിട്ടുണ്ട്. അന്ധത, അടിച്ചമർത്തപ്പെട്ട വൈകാരിക പ്രശ്നങ്ങൾ, ബന്ധനങ്ങൾ. വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പ്രസംഗിക്കുന്ന ജീവിതത്തിൽ കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കണം. വചനത്തോടുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ടല്ലോ. ഈ ഒരു ചിന്തയാണ് ഈ അവസ്ഥയിലുള്ള അമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രം എന്നൊരു സ്വപ്നം ജീവിതത്തിൽ ഉണ്ടാവുന്നത്. പിന്നീട് 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു +2 പഠിക്കുന്നൊരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ആരോടും പറയാതെ അവളത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം വീട്ടുകാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അവൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അന്ന് രാത്രി അവൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്ന രാത്രി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ ധ്യാനകേന്ദ്രത്തിൽ ഒരു കുഞ്ഞുങ്ങളുടെ ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു. അവൾ ആ ധ്യാനത്തിൽ വെച്ച് അവൾ ഒരു ഡയറിയിൽ അന്ന് കേട്ട വചനങ്ങൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി മുഴുവൻ അത് അവൾ വായിച്ചു. അവളൊരു തീരുമാനമെടുത്തു, ഞാൻ ആ ധ്യാനകേന്ദ്രത്തിലേക്ക് പോവുക. അങ്ങനെ ഈ കുട്ടിയെ ഒരു ദിവസം വൈകുന്നേരം ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അങ്ങനെയാണ് ആ പെൺകുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഒരു രാത്രി അഭയം കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അന്ന് രാത്രി പെൺകുട്ടിയുടെ ജീവിതം ഞങ്ങളോട് തുറന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ട് ഈ അവസ്ഥയിലുള്ള അമ്മ കുഞ്ഞുങ്ങൾക്കൊരു അഭയകേന്ദ്രം തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ രൂപം കൊണ്ടത്. പിന്നെ ചില ശുശ്രൂഷകൾ ദൈവം നമ്മെ ഏൽപ്പിക്കും. അപ്പോൾ തക്ക സമയത്ത് ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷയായിട്ട് അത് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തത് ഇന്ന് 10 വർഷങ്ങൾക്കുള്ളിൽ ദൈവം ഇത്രമാത്രം ജീവിതങ്ങൾക്ക് ഒരു അഭയകേന്ദ്രമായി തീരുവാനായിട്ട് സാധിച്ചു. എവിടെയോ വലിച്ചെറിയപ്പെടേണ്ട കുഞ്ഞുങ്ങൾ, എവിടെയോ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് നിഷ്ഠൂരമായി കൊന്ന് കളയപ്പെടേണ്ട കുഞ്ഞുങ്ങൾ, ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ സംരക്ഷിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷവും അതിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും പെൺകുട്ടികളുടെ ജീവിതത്തിൽ നാളെക്കുറിച്ചുള്ള ഒരു ഇരുളടഞ്ഞ ഒരു ജീവിതത്തിൻ്റെ മുൻപിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം കൊടുക്കാനും ജീവിതത്തിൽ അവർക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയും ജീവിക്കാം ഞങ്ങൾക്ക് എന്നുള്ളൊരു തോന്നൽ, അതൊക്കെയാണ് വീണ്ടും എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഈ ഒരു ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെ ശക്തീകരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളുണ്ട് എല്ലാ തലങ്ങളിൽ നിന്നും. എത്രയോ ഊമക്കത്തുകൾ ഈ സ്ഥാപനത്തിനെതിരെ വന്നിട്ടുണ്ട്.
അതിലും ദൈവം ചില അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരിക്കലൊരു ഓമക്കത്തിൻ്റെ പേരിലൊരു വലിയൊരു പോലീസ് ഓഫീസർ അന്വേഷണത്തിനായിട്ട് ഇവിടെ വന്നു. ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങളും ഇതെല്ലാം കണ്ടുപിടിച്ച് അദ്ദേഹം നെക്സ്റ്റ് ഡേ എന്നെ വിളിക്കുകയാണ്. അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് മക്കളില്ല. എന്നോട് പറഞ്ഞു, ഈ സ്ഥാപനത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. കേരളം ഒട്ടുക്കറിയപ്പെടുന്നൊരു പോലീസ് ഓഫീസറായിരുന്നു. അങ്ങനെ നിയമാനുസൃതമായിട്ട് ഇവിടുന്ന് ഒരു കുഞ്ഞിനെ അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനോടൊന്നും ഞങ്ങൾക്ക് പരിഭവമില്ല. ദൈവമെല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷ, ആ ശുശ്രൂഷ ചെയ്യാനുള്ള കരുത്ത് ദൈവം തരുന്നു. പിന്നെ ഭാര്യയും മക്കളും ഈ ഒരു ശുശ്രൂഷയോട് അവരുടെ ജീവിതത്തിൽ കിട്ടേണ്ടതെല്ലാം നഷ്ടപ്പെടുത്തുവാനായിട്ടൊരു നല്ല മനസ്സവർക്കുണ്ടായി. അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ ശുശ്രൂഷ ചെയ്തിട്ടും ഞങ്ങൾ ഇന്നും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം ഈ ഒരു ഭവനത്തിൻ്റെ പൂർത്തീകരണമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനം. അപ്പം എനിക്ക് ഒരു വലിയ ബോധ്യമുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നീ ജീവിക്കുമ്പോൾ നിൻ്റെ കാര്യങ്ങളിൽ ഒന്നിനും മുട്ടുണ്ടാവില്ലെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും നീ അന്വേഷിച്ച് ജീവിക്കുമ്പം ഒന്നിനും നിനക്ക് കുറവുണ്ടാവില്ല എന്നുള്ള അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ആരംഭിച്ച ഈ ക്യൂൻ മേരി ഫൗണ്ട്ലിംഗ് ഹോം ദൈവം കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഇത്രയധികം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തിനേയും അതിജീവിക്കുവാനുള്ള കരുത്ത് തമ്പുരാൻ ആവോളം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവസ്ഥയിൽ ആരും വീണു പോകരുത് എന്നാണ്. അതുകൊണ്ട് ഈ വർഷം തന്നെ ഞങ്ങൾ കോളേജ് ക്യാമ്പസുകളിൽ ഈ തെറ്റായ ബന്ധങ്ങളിലും ഒക്കെ വീണു പോകാതെ ഈ ടീനേജിലുള്ള പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു അവയർനെസ് പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങളിപ്പോൾ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ ഫോർമേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. ജേണി ഫോർ ലൈഫ് എന്നുള്ള ഒരു പ്രോജക്റ്റിൻ്റെ വർക്കിലാണ് ഈ വർഷം. അത് അടുത്ത വർഷത്തോടു കൂടെ. അപ്പോൾ ആ മേഖലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്രൈസിസിൽ പെടുന്നതിന് മുൻപ് അത് പെടാതിരിക്കാനായിട്ട് ഈ അവസ്ഥയിലുള്ള പെൺകുട്ടികൾക്ക്, ടീനേജിലുള്ള പെൺകുട്ടികൾക്ക് അവർക്ക് ഒരു അവബോധം കൊടുക്കുന്നതിന് വേണ്ടി ക്യാമ്പസുകളിലും സ്കൂളുകളിലും, കാരണം ഞങ്ങളോട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും പ്രഗ്നൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് തുടങ്ങിയതും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇനി എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? ക്യൂൻ മേരിയുടെ പ്രവർത്തനങ്ങളിൽ ഇനി 2 പദ്ധതികളാണ് ദൈവം പ്രേരണ തരുന്നത്. ഒന്ന്, ഇന്നത്തെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കുടുംബ പ്രശ്നങ്ങളും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളും വളരെയേറെ കൂടുന്നുണ്ട്. അതിൽ പ്രധാനമായും കുട്ടികളാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. എത്രയോ അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം കൊന്നുകളയുന്ന വാർത്തകളൊക്കെ നാം വായിക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലൊരു അമ്മ ഇവിടെ വന്ന് 7 വയസ്സ് 5 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെ, എനിക്ക് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല, എൻ്റെ കൂടെ കുഞ്ഞുങ്ങൾ നിന്നാൽ ഞാൻ വല്ലതും ചെയ്യും. പിന്നെ അത് ഗവൺമെൻറ് നിയമങ്ങളൊക്കെ മാനിച്ച് ഗവൺമെൻറ് അധികൃതർ ഇടപെട്ട് അവൾക്ക് നോക്കാൻ പറ്റില്ല എന്നുള്ള അതിൽ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഓർഡർ തരികയാണ്. പിന്നീട് ആ കുഞ്ഞുങ്ങൾ മക്കളില്ലാത്ത ദമ്പതികളുടെ കയ്യിൽ പോവുകയുണ്ടായി. ഇപ്പം ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾക്കൊരു ലൈസൻസ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഹോം ഫോർ വിമൻ ഇൻ ഡിസ്ട്രസ്സിലുള്ള അമ്മ കുഞ്ഞുങ്ങൾക്കൊരു അഭയകേന്ദ്രം. അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു 25 അമ്മമാർക്കും 50 കുട്ടികൾക്കും താൽക്കാലിക സ്റ്റേക്കുള്ള പെർമിഷനാണ് തന്നിരിക്കുന്നത്. ഈ വർഷത്തോടു കൂടി അത് ആരംഭിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമതൊരു പ്രോജക്റ്റ് ഉള്ളത്, ഇവിടെ ഒരുപാട് കഴിവുള്ള കുട്ടികൾ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളിവിടെ കൊണ്ടുവരാറുണ്ട്. പഠിക്കാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് പ്രാർത്ഥിച്ചപ്പം മെഡിസിന് വേണ്ടി മാത്രം എല്ലാ വർഷവും ഒരു 12 കുട്ടികളെ സപ്പോർട്ട് ചെയ്യാം എന്ന ഒരു ആലോചന ഉണ്ടായിരുന്നു. കഴിഞ്ഞ നവംബർ ഞങ്ങളുടെ ആനുവൽ ഡേ സെലിബ്രേഷന് ഡിസൈപ്പിൾ 12, തമ്പുരാൻ്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരെന്നുള്ള ഒരു സന്ദേശം ഉൾക്കൊണ്ട് ഡിസൈപ്പിൾ 12 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സ്ലോലി അവരെ 10ാം ക്ലാസ് കഴിയുമ്പോൾ എൻട്രൻസ് പരിശീലനത്തിന് തൃശ്ശൂരിലുള്ളൊരു പ്രശസ്തമായ എൻട്രൻസ് കോച്ചിങ് കോളേജുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. ഈ വർഷം ഒരു 4 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ
അതിനുവേണ്ടി ഒന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഹെൽപ്പോട് കൂടെ ഒരു ഡോക്ടേഴ്സ് ആവാൻ നേരത്ത് ഇതുപോലുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. ഞങ്ങൾ എന്നും ചിന്തിക്കും, ഞങ്ങളുടെ കാലശേഷം ഇതിനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന കമ്മിറ്റഡ് ആയിട്ടുള്ള ദൈവാനുഭവത്തിൽ നിൽക്കുന്ന ശുശ്രൂഷാ മനോഭാവത്തിൽ നിൽക്കുന്ന ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഡോക്ടേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി രൂപം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഈ 2 പദ്ധതികളാണ് ഭാവിയിൽ ചെയ്യാൻ. ചരിത്രത്തിലെ വെറോനിക്കയെ നമുക്കറിയാം. ക്യൂൻ മേരിയുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു വെറോനിക്ക എല്ലാ പിന്തുണയും നൽകുന്നത്? ഈ ഒരു വെറോനിക്ക ഇല്ലെങ്കിൽ ക്യൂൻ മേരിയുടെ ശുശ്രൂഷകൾ ഒരിക്കലും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതിൻ്റെ പ്രധാന കാരണം, ഒരു കുടുംബജീവിതത്തിൽ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പലതും ത്യജിക്കേണ്ടി വരുന്ന ഒരു ജീവിത പങ്കാളിയുടെ ഒരവസ്ഥ പലപ്പോഴും ഞാൻ തനിച്ചിരുന്ന് ചിന്തിക്കുകയും തനിച്ചിരുന്ന് ആകുലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, സ്വന്തം ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ. അത് വളരെ, ഞാനത് എന്താണ് എങ്ങനെയാണെന്ന് വിവരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എങ്കിലും സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് ഇങ്ങനൊരു ശുശ്രൂഷയോടുള്ള അവരുടെ സമീപനത്തിൽ നിന്നുണ്ടാകുന്ന വേദനകൾ. വളരുന്ന 6 കുഞ്ഞുങ്ങൾ, അതിൽ 4 പെൺകുട്ടികൾ. ഒരു സമൂഹം ഈ ഒരു ശുശ്രൂഷയെ ഏത് രീതിയിലാണ് എടുക്കുക എന്നുള്ളതിൻ്റെ സമ്മർദ്ദം വേറൊരു വശത്ത്. പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ വെഡ്ഡിങ് റിങ് പോലും പണയം വെച്ച് കുഞ്ഞുങ്ങളുടെ ലാക്റ്റേജിന് വേണ്ടിയിട്ട്, അതൊക്കെ എനിക്ക് പറയുന്നതിൽ സന്തോഷമുള്ളൂ. അങ്ങനെ ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ട്. കുഞ്ഞുങ്ങളുടെ കഴുത്തിലും കയ്യിലൊക്കെ ചിലപ്പം ചില ആഗ്രഹങ്ങളുണ്ടാകും, ഒരു സ്വർണ്ണത്തരി വേണമെന്ന്. ചിലപ്പോൾ അതുപോലും നമുക്ക് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്ലഡ്ജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഭാരമായിട്ടൊരിക്കലും തോന്നാറില്ല. അങ്ങനെ തോന്നാതിരിക്കാനുള്ള കാരണം, ഇതാ ചേട്ടാ എന്ന് പറഞ്ഞ് തരുന്ന ഒരു വളയായിരിക്കാം, അല്ലെങ്കിൽ ഇതാ ചേട്ടാ എന്ന് പറയുന്ന ഒരു വെഡ്ഡിങ് റിങ് ആയിരിക്കാം. അപ്പോൾ അത് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ക്യൂൻ മേരിയുടെ വളർച്ചയിലുള്ള സഹായം. അതില്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം കുടുംബത്തിൽ നിന്നും മക്കളിൽ നിന്നും ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ സമ്മർദ്ദങ്ങളില്ലാതെ ഇത് ദൈവമേൽപ്പിച്ചൊരു ശുശ്രൂഷയാണ്, അത് ഈശോയെ പ്രതി ചെയ്യേണ്ട ഒന്നാണ് എന്നൊരു തോന്നലും, ഇന്ന് നഷ്ടപ്പെടുന്നു എന്ന് കരുതുന്ന എല്ലാം തന്നെ തമ്പുരാൻ തലമുറകൾക്ക് 10 മടങ്ങ് തിരിച്ചു കൊടുക്കും. അത് ആത്മീയമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾ സ്ലോലി ചിന്തിച്ചു തുടങ്ങി ഇനി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. പക്ഷെ ഇത്രയും നാൾ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ത്യാഗമനോഭാവത്തോടുകൂടെ കൂടെ നിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് തന്നെ ഞാൻ കാണുന്നു. അത് ആരംഭ കാലഘട്ടങ്ങളിലുള്ള ഒരുപാട് സ്ട്രഗിള് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ബട്ട് അവിടെയല്ല, ഇപ്പം അത് ഓർക്കാൻ നേരത്ത് അതാണ് ഈ വളർച്ചയുടെ ശക്തി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരുപാട് പേര് ഇതിനെ മനസ്സുകൊണ്ട് സഹായിക്കുന്നുണ്ട്. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയണ്ട എന്ന് കരുതി ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആവശ്യങ്ങളിൽ. അതൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. പക്ഷെ അതിന് മുൻപൊരു കാലഘട്ടമുണ്ടായിരുന്നു, ആരും കൂടുതൽ അറിയാതെ ഇത് ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങിയ ആ കാലഘട്ടങ്ങളിൽ ഇത് കൂടുതൽ ആരും അറിയണ്ട എന്ന് ചിന്തിച്ച് മൗനമായി നിന്നുകൊണ്ട് ചെയ്തൊരു ശുശ്രൂഷയുടെ കാലഘട്ടമുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു വെറോനിക്ക തന്നെയാണ് ഇതിൻ്റെ എല്ലാം. അതിൽ എനിക്ക് അവളോടുള്ള കടപ്പാട് വളരെ വലുതാണ്.
കർത്താവിൻ്റെ തിരുസാന്നിധ്യമറിഞ്ഞ് ദൈവകൃപയുടെ പരിലാളനമേറ്റ സ്നേഹമന്ദിരത്തിലെ അമ്മ. പരിശുദ്ധ അമ്മയുടെ കൃപാവര പ്രസാദം ആവോളം ആശയുടെ ജീവിതത്തിനു മേൽ ചൊരിയുന്നു. സ്നേഹമയിയായ പരിശുദ്ധ അമ്മയുടെ സ്നേഹവായ്പ് ഈ ജീവിതത്തിന് അനുഗ്രഹമാകുന്നു. കാലം കുടഞ്ഞിറഞ്ഞ പെൺമക്കൾക്ക് ആശ്രയമായി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കാത്തിരിക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഗർഭവതികൾക്ക്, പെറ്റമ്മയുടെ സ്നേഹവായ്പിൽ നിന്നും അകന്നു കഴിയാൻ വിധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് താങ്ങായി, തണലായി ഈ അമ്മയുണ്ട് ഇവിടെ. സ്നേഹക്കടലിൻ്റെ ആഴങ്ങളോളം സാന്ത്വനം ചൊരിഞ്ഞ് അനി ജോർജിൻ്റെ ശുശ്രൂഷ പന്ഥാവിലെന്നും ഇവൾ വെറോനിക്കയായി. അമ്മേ നിൻ അമ്മിഞ്ഞപ്പാലിൻ മാധുര്യം എന്നാവിൽ കിനിയുന്നതിന്നു ഞാനറിയുന്നു. തൊട്ടിലാട്ടിപ്പാടുന്ന പാട്ടിൻ്റെ ഈണം മാതൃത്വമൂറുന്ന നോവായി കിനിയുന്നു. അമ്മേ